യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ് മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാം അമ്പിയാക്കളാണ്. അവര് മൂന്ന് പേരും ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, അവരുടെ ഖബർ ഫലസ്തീനിലെ ഹെബ്രോൺ സ്റ്റേറ്റിലെ മദീനത്തുൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് അവരുടെ അടുക്കൽ കിടക്കണം എന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം താല്പര്യപ്പെട്ടത്. 80 കൊല്ലം ജയിലിൽ കിടന്നു. 17ാമത്തെ വയസ്സ് മുതൽ 97ാമത്തെ വയസ്സ് വരെ ജയിലിലായി. സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടല്ല. അല്ലാഹു ഒരുപാട് പാഠങ്ങൾ അതിലൂടെ ലോകത്തിന് നടക്കുന്നുണ്ട്. മൊറലായി ജീവിച്ചതിന്റെ പേരിൽ, ധാർമ്മികത ഉൾക്കൊള്ളേണ്ടതിന്റെ പേരിൽ ധർമ്മവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടൊരു സമയം സംരക്ഷണം നൽകപ്പെടാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മാർഗം റബ്ബി അഹബ്ബു ഇലയ്യ സിജ്ൻ, എനിക്ക് ജയിലാണ് ഇഷ്ടം എന്നവർ പറഞ്ഞു. അന്ന് ഈ ജാമ്യത്തിലെടുക്കുക, വക്കീലന്മാരെ സംവിധാനമൊന്നും സാർവത്രികമായി ഇല്ലാത്തതാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ അധികാരത്തിന്റെ ചുമതലയുടെ ആ രാജ്യത്തിന്റെ രാജാവാകാൻ. ചില ആളുകൾ പറയില്ലേ, ഓനെപ്പം തന്നെ കമ്മിറ്റിയിലെടുത്തോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നേരെ രാജാവായി 23 വർഷം ആ രാജ്യം ഭരിച്ചു. അവസാനം പിതാവും സഹോദരന്മാരും എല്ലാവരും വന്ന് ആ ഒരു സന്തോഷ സമയത്ത് വരുന്നതാണ്, റബ്ബേ എനിക്ക് ദുനിയാവിൽ കിട്ടേണ്ടതൊക്കെ കിട്ടി, ഞാൻ പോവാണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ, എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ കിടക്കണം. ദുആ ഇതാ, ഇബ്രാഹിം നബിന്റെ, ഇസ്ഹാഖ് നബിന്റെ ഇവരൊക്കെ അടുത്ത് കിടക്കണം. വഫാത്തായപ്പോൾ അവിടുത്തെ ബോഡിക്ക്, ശരീരത്തിന്, അവിടുത്തെ ജനാസക്ക് നല്ല സുഗന്ധമായി. മിസ്റിലുള്ള ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് വേണം, മഹത്തുക്കളുടെ ജനാസയിലെടുത്ത് ബറക്കത്തുണ്ടാവുമെന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ബാബും മൻ അഹബ്ബ ദഫന ഫിൽ അർദി മുഖദ്ദസ ഒരു അധ്യായം തന്നെയുണ്ട്. അങ്ങനെ വേണം മിസ്റുകാർ പറഞ്ഞു. അപ്പൊ യൂസുഫ് നബിന്റെ നാട്ടുകാർ കനാൻകാർ പറഞ്ഞു, മിസ്റിന്റെ താഴ്ഭാഗം ശരീരം ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ നാട്ടിൽ ഖബറടക്കണം. അപ്പൊ മിസ്രേര്, നിങ്ങളെ നാട്ടുകാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ട് പൊട്ടക്കിണറ്റിക്ക് വലിച്ചെറിഞ്ഞ ആളല്ലേ, കിണറ്റിലേക്ക് എറിഞ്ഞവരല്ലേ, നിങ്ങള് കൊലപ്പെടുത്താൻ നോക്കിയവരല്ലേ, അങ്ങനെ വേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുക. നല്ലവർക്ക് വളർത്തേണ്ട ആൾക്കാരല്ലേ, മാന്യമായി വളർത്തി മട്ടം പോലെ ആക്കിയപ്പോ ഒപ്പം നിങ്ങള് ഞങ്ങൾക്ക് വേണമെന്നറിയാം, എന്താ നടക്കൂല. അവസാനം ഭയങ്കര പ്രശ്നം വന്നപ്പോ ഒരുപാട് നാട്ടിലെ കാരണവന്മാരൊക്കെ കൂടി, നിങ്ങൾ വെറുതെ തർക്കം കൂട്ടണ്ട, മിസ്റിന്റെ താഴെയില്ലേ കന്നാന്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മാർബിളിന്റെ പെട്ടിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം വെക്കുക, എന്നിട്ട് നൈൽ നദിയിൽ അത് താഴ്ത്തുക. അപ്പൊ അതിന്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോ താഴ്ഭാഗത്തും ബറക്കത്ത് കിട്ടും. എല്ലാവർക്കും നല്ല തീരുമാനമായി തോന്നി. നല്ല തീരുമാനം ആര് പറഞ്ഞാലും അത് അംഗീകരിക്കണം. ശരി, നല്ല തീരുമാനം. വരുന്നതോ എനിക്കെന്റെ ബാപ്പാരടുത്ത് കിടക്കണം. നടന്നതോ ഇവിടെ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. 400 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഫിർഔനിനൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തി മുങ്ങി നശിപ്പിക്കപ്പെട്ട്
അവിടുന്ന് ദീനീ ദഅവത്തിനിറങ്ങിയ സമയം അള്ളാഹു വഹി അറിയിച്ചു മൂസാ നബിയെ, ആ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരം ഒന്നെടുത്ത് ബാപ്പമാരുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഹെബ്രോണിലെ മദീനത്തുൽ ഖലീലിലെ അവരുടെ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഖബറടക്കണം എന്ന് പറഞ്ഞു. ഈ അടുത്ത് ഞങ്ങൾ അവിടെ പോയിരുന്നു. അങ്ങനെ ഖബറടക്കണം എന്ന് പറഞ്ഞു. റെഡി. യൂസുഫ് നബിന്റെ ദുആക്ക് 400 കൊല്ലം കഴിഞ്ഞിട്ടാ ഉത്തരം. കഴിഞ്ഞ ആണ്ടിനും ദ്വായിരുന്നിട്ട് കിട്ടിയിട്ടില്ല. ഈ ആണ്ടിനും ഒന്ന് കൊടുത്തു നോക്കുക, കിട്ടോ നോക്കുക അല്ലേ? എങ്ങനെയല്ല, ഒന്നുകിൽ ചോദിച്ച അല്ലെങ്കിൽ ബോധിച്ച, അത് രണ്ടുമല്ലെങ്കിൽ ആഖിറമിൽ മുദ്ദഹർ. അല്ലാഹു ദുആഇന് ഉത്തരം നൽകുന്നത് 3 രൂപത്തിലൂടെയാണ്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാനരായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആഇന് ഉത്തരം ലഭിക്കുന്നത് 400 കൊല്ലം കഴിഞ്ഞ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു വഹി അറിയിച്ച യൂസുഫ് നബിയുടെ ജനാസയൊന്ന് അവിടുന്നെടുത്ത് ബഹുമാനപ്പെട്ടവരുടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കണം എന്ന് പറയുന്നു. അല്ലാഹുവോട് ചോദിച്ചു, യൂസുഫ് നബിയുടെ ഖബർ എവിടെയാ? ഉടനെ പറഞ്ഞു, പ്രായമായ ഒരു ഉമ്മയുണ്ട് നിങ്ങളുടെ നാട്ടിൽ. അവരുടെ ബാപ്പമാരിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ വിവരം. അതുകൊണ്ട് കറക്റ്റ് പൊസിഷൻ അറിയുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയുടെ അടുക്കൽ പോയി മൂസാ നബി അലൈഹിസ്സലാം ഉമ്മയോട് ചോദിച്ചു, അങ്ങേക്കറിയുമോ ഉമ്മ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അങ്ങേക്കറിയുമോ? ആ ഉമ്മ പറഞ്ഞു, എനിക്കറിയാം, കാണിച്ചു തരുമോ? ഇല്ല, കാണിച്ചു തരൂല. എന്ത് ചോദിച്ചത് തരണം. എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് സ്വർഗം വേണമെന്നാണ് ചോദിച്ചത്. അല്ലാഹുവോട് പറഞ്ഞു, സ്വർഗം ചോദിക്കുന്നുണ്ട് ഉമ്മ. മൂസാ നബിയെ, നിങ്ങളതങ്ങ് കൊടുത്തേക്കുക. അഭൗതികമായത് അല്ലാഹുവല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഉമ്മ ചോദിച്ചപ്പോൾ, സ്വർഗം ചോദിച്ചപ്പോൾ കൊടുക്കാമെന്നേറ്റു. ആ ഉമ്മ കാണിച്ചു കൊടുത്തു. ജനാസ ഇവിടെ കൊണ്ടുവന്ന് ഖബറടക്കി എന്നതാണ് ചരിത്രം. പറഞ്ഞു വന്നത്, ആ യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം ദുആയിരുന്നത്, റഹ്മാനായ റബ്ബേ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈ ഭൗതിക ലോകത്തെ ജീവിതം തുച്ഛമാണ്. നശ്വരമായ ഭൗതിക ലോകത്ത് തുച്ഛമായ ജീവിതം, ശാശ്വതമായ പരലോകത്ത് മെച്ചമായി ജീവിക്കാൻ വേണ്ടി ആരാണോ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാനാരാ? നാളത്തേക്ക് വേണ്ടി ഈ ലോകം ക്രമീകരിക്കുന്നവരാ. കാരണം ഇവിടെ എന്നാണെങ്കിലും ഒരിക്കൽ തിരിച്ചു വിളിക്കും, ഏത് സമയത്താണെങ്കിലും റബ്ബ് വിളിക്കും. എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് വിട പറയുകയാണ്, എത്രയോ ആളുകൾ യാത്ര പോയി കൊണ്ടിരിക്കുകയാ. ഒരു പള്ളിക്കാട്ടിലും പ്രായമായവർക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല, ഒരു ഖബർസ്ഥാനിലും രോഗികൾക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല. ഇന്നിവിടെ പ്രഭാഷണം നടത്തുമ്പോ ആമുഖ പ്രഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പല ആളുകളെയും അനുസ്മരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പില്ലേ പ്രിയപ്പെട്ടവരെ? അതുപോലെ നമുക്കും പോവാനുണ്ടൊരു യാത്ര. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. നമ്മുടെ വലത്തെ കൈ ഇടത്തെ ഭാഗത്ത് വെച്ചാൽ നമുക്കൊരു മിടിപ്പ് അനുഭവപ്പെടും.
ഭയപ്പെടാനില്ലേ? ആയുസ് എന്ന സാങ്കല്പിക കെട്ടിടത്തിൽ നിന്ന് താഴെ വീഴുന്ന കല്ലുകളാ. കഴിഞ്ഞുപോയ നാളുകൾക്ക് മടക്കമില്ല, കൊഴിഞ്ഞുപോയ ഇന്നലകൾക്ക് തിരിച്ചു വരവില്ല. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, ആണ്ട്, പതിറ്റാണ്ടായി കാലം കറങ്ങിക്കൊണ്ടിരിക്കുകയാ. ഭൂമിയുടെ മുകളിൽ നമ്മളൊക്കെ വിരുന്നുകാരാ. ഇവിടെ ഒരിക്കലും ഒരാളും ശാശ്വതമാകുന്നില്ല. നമ്മുടെ ബാപ്പമാരെവിടെ, ഉമ്മമാരെവിടെ, നാട്ടുകാരെവിടെ, വീട്ടുകാരെവിടെ? അതേ കയ്യിൽ കെട്ടിയ വാച്ചിന് ഗ്യാരണ്ടിയുണ്ട്, ഉപയോഗിക്കുന്ന മൊബൈലിന് ഗ്യാരണ്ടിയുണ്ട്. സംസാരിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഇല്ല, സർവീസ് വാറണ്ടി ഇല്ല. ഈ ലോകത്ത് തർക്കമില്ലാത്ത ഒരേ ഒരു കാര്യവും അത് മരണമാണ് മുഅ്മിനേ. ഈ ജീവിതം ഒരു പുഴ പോലെയാണ്, ഇരുകരയുള്ള ഒരു പുഴ പോലെ. ജനനം എന്നൊരു കരയുണ്ട്, മരണം എന്നൊരു കരയുണ്ട്. ജനനം എന്ന കരയിൽ നിന്ന് മരണം എന്ന മറുകരയിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാ. ചില ആളുകൾ 25% നീന്തിക്കഴിഞ്ഞു, ചില ആളുകളോ പുഴയുടെ മധ്യത്തിലെത്തി, ചില ആളുകൾ 90%, ചില ആളുകൾ മറുകരയിലേക്ക് കൈനീട്ടിക്കൊണ്ടിരിക്കുകയാ. മാടി വിളിക്കുന്നു മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. ഓ മുഅ്മിനേ, 2 ദിവസം മുമ്പാണ് 39 വയസ്സുകാരനായ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് പെരിന്തൽമണ്ണയിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോകുമ്പോ CCTVയിൽ പതിഞ്ഞ രംഗമാണ്. സ്കൂട്ടി കൊണ്ട് പതുക്കെ പെട്രോൾ പമ്പിന്റെ ഒരു സൈഡിലേക്ക് അവൻ പെട്ടെന്ന് സൈഡാക്കിക്കൊണ്ട് ആ സ്കൂട്ടിയിൽ നിന്ന് താഴെ വീണുകയാണ്. അറ്റാക്കായി മരണപ്പെടുകയാണ്. റബ്ബാ സുഹൃത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിന് ഗ്യാരണ്ടിയില്ല, നമ്മുടെ ഒരൊറ്റ വിഷയങ്ങൾക്കും ഗ്യാരണ്ടിയില്ല. ഇങ്ങോട്ട് ആയുസ് പറതെന്ന് പറഞ്ഞയച്ച രാജാതിരാജനായ അല്ലാഹ് എന്നാണ് നമ്മെ തിരിച്ചു വിളിക്കുന്നതെങ്കിൽ അന്ന് നമുക്ക് പോവണം പ്രിയപ്പെട്ടവരെ. യാത്രയുടെ പര്യവസാനമോ സുബലോക സ്വർഗത്തിലാവണോ? അല്ലാഹ് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ അവസാന ഘട്ടം അവിടെയാണ്. കാരണം ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഇവിടെ ജനിച്ചു, വളർന്നു, വലുതായി, അവസാനം പോയി. ഉണ്ടോ? ഇപ്പോഴാണെങ്കിൽ സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തിൽ ഒരാൾ കടന്നാൽ അവിടെ പിരിച്ചു വിടൂല, കുത്തിത്തിരിപ്പില്ല, കുന്തിരായ്മല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം. ഒരു വിഷയമില്ല. അതിന്റെ വാല്യൂ എത്രയാ? ഇപ്പോ 1 സെന്റ് ഭൂമിക്ക് ഇവിടെ 2 ലക്ഷമൊക്കെ ഉണ്ടാവൂലേ? പക്ഷെ അധികം ഉണ്ടാവൂലേ? ഭൂമി കച്ചവടക്കാരൊക്കെ വല്ലറുള്ള വലാഹല്ലാന്നുള്ള ആയത്തോതി നടക്കണില്ല. എന്തോ ആവട്ടെ, അല്ലാഹു എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയാൻ തൗഫീക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. എല്ലാവരും വേണം ദുആ. എന്നാളെ ഒരു സ്ഥലത്ത് ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദ്വാരം നോക്കുമ്പോൾ ആരും ആമീൻ പറയണില്ല. എത്ര ദ്വാരം കിട്ടും? അപ്പം എന്താ കാരണം ചോദിക്കുമ്പോൾ അയാൾക്ക് കബർ വെച്ചില്ലാത്തൊരു പണി. അയാളെ ജോലിയിൽ ബർക്കത്തുണ്ടായ നാട്ടുകാർ മരിച്ചു എന്നർത്ഥം. അപ്പം അങ്ങനല്ല. വിടൂലേ? ഉറപ്പല്ലേ? ബിസ്മില്ലാ. എന്നാ ചിലപ്പോൾ കായെടുത്തിട്ടുണ്ടായിരുന്നു. ബിസ്മില്ലാ. ഞാൻ അടുത്ത വരവിന് തരണം കേട്ടോ. കടാം എല്ലാവരുടെ നിൽക്കാം. മൈക്കകാലത്തൊക്കെ പോയിക്കോ. ഒരു കണ്ടിയുമായി പരിപാടി കഴിഞ്ഞാലും ഇങ്ങനെ നിൽക്കും. കായ് വാങ്ങാൻ
എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പിന്നെ അടുത്ത വീടുകളൊക്കെ നമ്മളെ മാഷ വീടാണെന്ന് അറിഞ്ഞത്. മോൻ്റെ വീട് അല്ലാഹു ബർക്കത്തും റഹ്മത്തും ഒക്കെ ഉള്ള വീടാക്കട്ടെ. എല്ലായിടത്തും പോയി ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അപ്പോ യജമാനനായ റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച സ്വർഗത്തിന്റെ വാല്യൂ എത്രയാ? ഒരു സെന്റിന് ആധാരത്തിലൊക്കെ ആർ എന്ന കാണിക്കാം. 100 കൊണ്ട് 40.47 ഹരിച്ചാൽ അതാണ് ആർ എന്ന് പറയുന്നത്. 2.47 സംതിങ് അതാണല്ലോ ഒരു ആർ. അപ്പോൾ ഒരു സെന്റ് 435.45 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ്. ഒരു ഫൂട്ടിന്റെ എം ആണ് ഫീറ്റ്, 30 സെന്റിമീറ്റർ. മൗദിഉ ഖദമിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു ഫൂട്ട്, അതിന്റെ വാല്യൂ എത്രയാ? ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ ഖാല റസൂലുള്ളാഹി. ഈ പ്രപഞ്ചം മുഴുവനും, ഓൾ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മുഴുവനും ഒരാൾ വാല്യൂ നിശ്ചയിച്ചു. സ്വർണ്ണുണ്ട്, വെള്ളിയുണ്ട്, ഇരിടിയുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. ഇവിടെ ഒന്നിട്ട് മലപ്പുറം വരെ പൂജിട്ടാലും അതിന്റെ മൂല്യാവൂല, അത്ര വലിയ സംഗതിയാണ്. എന്നാൽ അതിനേക്കാൾ മൂല്യമുള്ളതാണ് സ്വർഗത്തിലെ ഒരു അടി. ദൂസരെ റിവായത്ത് में മറ്റൊരു റിപ്പോർട്ടിൽ മൗദിഉ ശിബർ, ഒരു ചാൺ, ഈ ദുനിയാവിനേക്കാൾ വലിയ സംഗതിയാണ്. കാരണം എന്താ? സ്വർഗം എന്ന് പറഞ്ഞാൽ ഫുള്ള് എൻജോയ്മെന്റ് ആണ്, റിലാക്സേഷൻ ആണ്, നല്ല സന്തോഷമാണ്. അവിടെ ഒരു പ്രശ്നമല്ല. തേനിനേക്കാൾ മധുരമുള്ള ഹൗദുൽ കൗസർ എന്ന് ചോദിച്ചപ്പോൾ ഒരു താത്ത ചോദിച്ചു, ഷുഗറാണ്, ഹൗദുൽ കൗസർ മധുരമില്ലാതെ കിട്ടുമോ? അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള ലോകം 5 അല്ല 500 അല്ല 5 കോടിയല്ല, കോടി 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 കോടിക്കണക്കിന്. നമ്മളിപ്പോ ഒരു പൊരായിട്ടിയാല് ഇപ്പോ ലോകത്തെ ഏറ്റവും മുന്തിയ വീട് ആരതാ? ബ്രൂണോ സുൽത്താന്റെ വീടാണ്. 21,58,217 സ്ക്വയർ ഫീറ്റാണ് അദ്ദേഹത്തിന്റെ വീട്. 48 ഏക്കർ സ്ഥലത്താണ് വീട് നിൽക്കുന്നത്. 1716 ബെഡ്റൂമുകളുണ്ട്, 257 ടോയ്ലറ്റും ഉണ്ട്. എന്തിനാണെന്നറിയില്ല. 5000 കാറുകളുണ്ട്. ലംബോർഗിനി ആയിട്ടും ബെൻസ് ആയിട്ടും ജാഗോർ ആയിട്ടും 5000 ചില്ലാനം കാറുകളൊക്കെ ഉണ്ട്. അതിൽ 600 കാറുകളും സ്വർണത്തിന്റെ ബോഡിയാണ്. ടോയ്ലറ്റ് മുഴുവനും സ്വർണ്ണ, ക്ലോസറ്റ്. യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും ബ്രൂണോ സുൽത്താന്റെ വീടും അതിന്റെ വാഹനം. ആ നാട്ടിൽ നികുതിയില്ല, വരിസംഖ്യല്ല, ഒന്നുമില്ല, എല്ലാവർക്കും സന്തോഷം. മൂപ്പരത്തിന് ദൂർത്തടിച്ച് നാട്ടുകാരെ ഒന്ന് വെറുതെ ആക്കല്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ബ്രൂണോ സുൽത്താൻ. ആ വീട് ഒരുപാട് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള വീടാണ്. ഏകദേശം 15 ലക്ഷം കോടി 5 ലക്ഷം കോടി രൂപ മൂല്യമുള്ള വീടാണ്. ആ വീട്ടിൽ മൂപ്പർ എത്ര കിടക്കുക? ഇന്ത്യയിലെ നമ്പർ 1 വീട് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ അംബാനിയുടെ വീടാണ്. 60 നിലകളുണ്ട്, ഹെലിപ്പാഡും ഒക്കെ വീടിന്റെ മുകളിൽ തന്നെ എല്ലാ സംവിധാനമുണ്ട്. അംബാനിയുടെ വീട്. 2004 ഒരു മാസത്തെ കറണ്ട് ബില്ല് 2,75,00,000 രൂപ. ഇപ്പം എത്ര അറിയില്ല, ബില്ലടക്കലുണ്ടോ അറിയില്ല. അത്ര വലിയ വീടാണ്. ആ വീടില് അംബാനി സുഹൃത്ത് എത്ര കിടക്കുക? 1999 വയൽ തരാൻ തുടങ്ങിയതാ ഞാൻ. 2018 ഒരൊറ്റ സദസ്സൊന്നും ദീർഘായുസിന് വേണ്ടി 313 രൂപ അംബാനിന്ന് ഇന്നേ വരെ ഒരു കാർഡിൽ കിട്ടിയിട്ടില്ല. ദ്വാരക്കാൻ വസീയത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മൂപ്പര ദീർഘായുസിനോട് നമ്മൾ ദ്വാരക്കലുമില്ല.
ആ വീട്ടിൽ അയാൾ എത്ര താമസിക്കുക? കേരളത്തിലെ ഏറ്റവും വലിയ വീട് ലളിത് മഹൽ എന്ന് പറയുന്ന ലളിതമായൊരു വീടുണ്ട് കൊച്ചിയിൽ. ഏകദേശം 900 കോടി രൂപ ചെലവിൽ ഉണ്ടാക്കിയ ഒരു വീടാണ്. അതിൻ്റെ മെറ്റീരിയലൊക്കെ ജപ്പാനിലെ ഒരു പ്രദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അതാണ് ഇത്ര കോസ്റ്റ്ലി ആവാനുള്ള കാരണം, അല്ലാതെ വലിപ്പം കൊണ്ടോ ഏരിയ കൊണ്ടോ ഒന്നല്ല. അതിൽ മജീദ് എന്ന് പറയുന്നൊരു സുഹൃത്തിൻ്റെതാണ് വീട്. ആ വീട്ടിൽ അദ്ദേഹം എത്രയാണ് താമസിക്കുക? വളരെ കുറഞ്ഞ കാലം. നമ്മൾ ഇനി എന്തിനാ അവിടെ പോകണം? നമ്മളെ പേരിൽ എത്ര കാലം താമസിക്കും? അറിയില്ല, അറിയാൻ കഴിയില്ല. അത് റബ്ബിൻ്റെ അടുക്കലാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് മയ്യത്തുകളെ ഇറക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ജനാസകളെ പള്ളിക്കാട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോവാൻ ഞാനും നിങ്ങളും നടന്നിട്ടുണ്ട്. വഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫഅലം ബിഅന്നക ബഅദഹാ മഅ്മൂലു. ഒരു പള്ളിക്കാട്ടിലേക്ക് നീ ഒരു ജനാസയെ ചുമന്നാൽ ഉമ്മമാരെ ജനൽപാളികളിലൂടെ തെരുവിലൂടെ കൊണ്ടുപോകുന്ന ജനാസ കാണാറില്ലേ? ആ നിലക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കണം, ഞാനും ഇതുപോലെ ഒരു കാലത്ത് ചുമത്തപ്പെടും എന്ന ആലോചന വേണം. ആ ബോധത്തോടെ പ്രവർത്തിക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബലോക സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ കഴിയണമെങ്കിൽ 5 കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതാണ് ഞാൻ ഓതിവെച്ച ആയത്ത്. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ വയദ്റഊന ബിൽ ഹസനതി السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب أولئك لهم عقبى الدار سلام عليكم بما صبرتم فنعم عقبى الدار. ഓ മുഅ്മിനേ, ആരാണ് സ്വർഗലോകത്തിൽ കിടക്കാൻ അർഹരായി മാറുന്നത്? ഒരുപാട് ബിരുദങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്നവനല്ല, ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളവരല്ല. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കിൽ ആരാണ് ഉന്നതരായി മാറുന്നത്? സ്വർഗലോകത്തേക്ക് എത്തുന്നത് 5 കാര്യങ്ങളുള്ളവരാ. ഏതാണ് 5 കാര്യങ്ങളെന്നോ? വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. ഒന്ന്, വല്ലദീന സബറു, നിയന്ത്രണമുള്ളവരാ. ജീവിതം നിയന്ത്രിക്കപ്പെടേണ്ടതാ, കാഴ്ച നിയന്ത്രിക്കപ്പെടേണ്ടതാ, കേൾവി നിയന്ത്രിക്കപ്പെടേണ്ടതാ, ഖൽബ് നിയന്ത്രിക്കപ്പെടേണ്ടതാ, സമ്പാദ്യം നിയന്ത്രിക്കപ്പെടേണ്ടതാ, സമയം നിയന്ത്രിക്കപ്പെടേണ്ടതാ, ആരോഗ്യം നിയന്ത്രിക്കപ്പെടേണ്ടതാ. അങ്ങനെ ആരാണോ നിയന്ത്രിക്കുന്നതെങ്കിൽ ആ നിയന്ത്രിക്കുന്നവരാണ് സ്വർഗലോകത്തിൽ ഉന്നതമായ സ്ഥാനത്തെത്തുന്നത്. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാഹ. ഒന്ന് ക്ഷമയാണ്, നിയന്ത്രണമാണ്. സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു മാർഗം നല്ല ക്ഷമ. ഇബാദത്ത് എടുക്കാൻ ക്ഷമ വേണ്ടേ? അതുകൊണ്ടാണല്ലോ റമദാൻ മാസത്തിൽ ഈ തറാവീഹിനൊക്കെ ഫാസ്റ്റാണോ സ്ലോ ആണോ നോക്കിയിട്ടാണ് ചില ആളുകൾ പള്ളി കയറാറുള്ളത്.
അങ്ങനെ ക്ഷമ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. ബലാ മുസീബത്തുകൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെയും ക്ഷമ അനിവാര്യമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമായതും സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസമായതുമായ കാര്യമാണ് ക്ഷമ. സ്വന്തം നടപ്പിലാക്കാൻ കുറച്ച് പ്രയാസമാണ്, മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ അതിര് തർക്കമുണ്ടായിട്ട് രണ്ടാള് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കാൻ നിൽക്കും. ജ്യേഷ്ഠനും അനുജനും ഭയങ്കര പ്രശ്നം, ഭയങ്കര കോമ്പറ്റീഷൻ. അങ്ങനെ വാലന്റായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാള് ക്ഷമിച്ച ഭയങ്കര കൂലിയാണ്, ക്ഷമ ഈമാന്റെ പകുതിയാണ്, സ്വർഗത്തിൽ കിടക്കണ കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണീൻ്റെ ഇടയിൽ വേറൊരാൾ ഇവൻ്റെ കാലുമ ചവിട്ടിയ ഏതടുപ്പിക്കാൻ കൈ നോക്കണം, കാലുമ ചവിട്ടണം. ദലാലെ ഞാൻ പറഞ്ഞു വന്നത് ക്ഷമിക്കണം കേട്ടോ, മോനെ പറ്റൂല. ആ മറ്റുള്ള ആളുകളെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, സ്വയം നടപ്പിൽ വരുത്താൻ വളരെ പ്രയാസവുമായ കാര്യമാണ് ക്ഷമ. നിയന്ത്രണം, ആത്മനിയന്ത്രണം. ആ നിയന്ത്രണമാണ് ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ ശരീരത്തെ നിയന്ത്രിച്ചു നിർത്തിയത്. നല്ല വേറോ ഈശാത്തോ ലുദോരുവാലേ 40 സോ ബഹിത്തോളുദോവർ 40 കൊല്ലത്തോളം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബ്ഹ് നിസ്കരിച്ച മഹാൻ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഇബാദത്ത് കൊണ്ട് ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ ക്ഷമയ്ക്കുള്ള വലിയ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. അതേ കൃത്യമായി നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണോ, ഇബാദത്തിൽ ശുഷ്കാന്തി കാണിക്കണമെങ്കിൽ ക്ഷമ വേണോ. ഓ ഉമ്മമാരെ, ഒന്ന് നേരത്തെ എണീക്കുന്ന ശീലമുണ്ടാവുക, തഹജ്ജുദ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക, സുന്നത്തായ കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അതേ വുളൂ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇന്ന ഹാദൽ ഖൈറ ഖസാഇനു വലിൽ ഖസാഇനി മഫാതിഹു, ഒരു വുളൂവിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. അതേ മിസ്വാക്ക് ചെയ്ത് വുളൂ എടുക്കുന്നൊരു ശീലം, തല മുഴുവനും തടവുന്നൊരു ശീലം, വുളൂഇന്റെ ദിക്റുകളൊക്കെ ചൊല്ലുന്നൊരു ശീലം. ഇന്നഅബ്ദൻ മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഏതോ ഒരു അടിമ അത് വഖഅലൈഹില്ലദാബ്, ശിക്ഷിക്കപ്പെടേണ്ട സിറ്റുവേഷനിൽ എത്തിയപ്പോ ഫസ്തൻഖദഹുൽ വുളൂ ഫഅസ്ബിഗുൽ വുളൂ ഖാല റസൂലുള്ളാഹി, അവൻ പരിപൂർണമായി എടുത്ത വുളൂ അവന് രക്ഷ നൽകി എന്നതാ. നിങ്ങൾക്കറിയോ ഖാദിസിയ യുദ്ധം ലോകത്തെ അറിയപ്പെട്ട ഒരു ധർമ്മസമരമാണ്. ആ ഖാദിസിയ സമരം നടന്ന സംരംഗമോ പണ്ഡിതന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ആ യുദ്ധത്തിന്റെ സേനാനായകനായത് മഹാനരായ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് എന്ന സ്വഹാബിയാണ്. 3 ദിവസം പള്ളിയിലേക്ക് കയറി വരുമ്പോ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉടനെ ഒരാൾ വരും, അയാളെ നോക്കിക്കൊള്ളൂ എന്ന്
വഹയിന്റെ നാവ് കൊണ്ട് തിരുനബി അങ്ങ് പറഞ്ഞപ്പോ ആ 3 ദിവസവും കയറി വന്നത് മഹാനരായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാ. അവിടുന്ന് കാന മുജാബത്ത് ദുആ ഉത്തരം ലഭിക്കുന്ന വലിയ മഹാനാ. ഖാദിസിയ ധർമ്മസമരത്തില് ഖാദിസിയ കൊട്ടാരത്തിന്റെ മുകളില് ധർമ്മ പതാക സഹാബത്ത് നാട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകി സുവിശേഷം അറിയിച്ചപ്പോ മഹാനരായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് സേനാനായകനാവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. അന്ന് ആ രാജ്യം ഭരിക്കുന്ന സൗദിയും ഖത്തറും കുവൈറ്റും ഒമാനും ജോർഡാനും സിറിയയും ഭരിക്കുന്ന ഈജിപ്തും ഫലസ്തീനും ഭരിക്കുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്. അവിടുത്തോട് പറഞ്ഞു, നിങ്ങൾ വേണ്ട, എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ ഞങ്ങൾക്ക് നീതിയോടുകൂടെ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയെ നഷ്ടമാകൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് സുവിശേഷം അറിയിച്ച മഹാനരായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാവട്ടെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാണെങ്കിലോ കുതിരപ്പുറത്ത് നിന്ന് വീണ് നട്ടെല്ല് മുറിഞ്ഞ് അവിടുന്ന് തലയും നനയ്ക്കാൻ പോലും കഴിയാതെ കിടപ്പിലാണ്. അവിടുന്ന് കിടക്കുന്ന ചൂരലിന്റെ ഒരു കട്ടില്, ആ കട്ടിലുമായി ചുമന്നുകൊണ്ട് മഹാനവറുകളെ ധർമ്മസമരം നയിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാ. അവിടുന്ന് അവിടെ ടെന്റിൽ കിടത്തുകയാ, കിടന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയാ. ആദ്യത്തെ ദിവസം വിജയമൊന്നും കിട്ടാതിരുന്നപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് പറഞ്ഞു, അങ്ങ് ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളല്ലേ, ഒന്നങ്ങ് ദുആയിരന്ന് ഈ അവസരം ഒന്ന് ഉപയോഗപ്പെടുത്തൂ. നമ്മുടെ ആഹാരങ്ങൾ തീരാൻ തുടങ്ങി, നമുക്ക് സംവിധാനമില്ല. അന്ന് വിശ്വാസികൾ 30,000 എതിർപക്ഷത്ത് 1,90,000 സൈന്യങ്ങളാ. അവരുടെ കയ്യിൽ സർവസന്നാഹങ്ങളാ. അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളവരാ അവരുടെ നാടാ. അവിടേക്കാണ് 30,000 ആളുകൾ പോയിട്ടുള്ളത്. ആദ്യ ദിവസം ഒരു വിജയവും കിട്ടാതെയായപ്പോ അങ്ങൊന്ന് ദുആയിരിക്കണം എന്ന് സഅദ് തങ്ങളോട് പറയുമ്പോ ആദ്യം ഇതിന്റെ റീസൺ ഒന്ന് അറിയണോ. അതുകൊണ്ട് യുക്തമായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്ത് എടുത്തു തരാറുള്ള നമ്മുടെയൊക്കെ അമീറായ അമീറുൽ മുഅ്മിനീൻ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് പോവണോ. അതേ, അതിവേഗം സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് പോയി സംഭവങ്ങൾ പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മറുപടി എഴുതി. അവന്താണ് മറുപടി എഴുതിയത്? നിങ്ങൾക്ക് ഇന്ന് വിജയം കിട്ടാതിരിക്കാനുള്ള കാരണോ അവരുടെ നാട്ടിലാണല്ലോ എന്നതല്ല, ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ വിഷയം അല്ല, 1,90,000 അല്ലേ അപ്പുറത്ത് എന്ന് കണ്ടെത്തലല്ല, അവർ സർവസന്നാഹമുള്ളവരാണ് എന്നല്ല, മറിച്ച് പറഞ്ഞത് ലഅല്ലകും തത്റകൂന സുന്നതസ്സിവാ, നിങ്ങളെങ്ങാനും വുളു എടുക്കുമ്പോ മിസ്വാക്ക് ചെയ്യുക എന്ന സുന്നത്ത് അത് ഒഴിവായി പോയിട്ടുണ്ടാവാം. ഇതാണൊരു കാരണമായി കണ്ടതെങ്കിൽ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ എഴുത്ത് കിട്ടിയപ്പോ പാതിരാ സമയത്ത് കാട്ടിലേക്ക് കയറി 30,000 മറാക്കിന്റെ കുറ്റികൾ അവരുടെ ഇടയിൽ വിതരണം ചെയ്ത് അടുത്ത വുളൂഇന്നവര് മിസ്വാക്ക് ചെയ്ത് വുളൂ എടുത്തപ്പോ പിറ്റേ ദിവസം മഗ്രിബിന് ഖാദിസിയ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ മുകളില് ഈ ധർമ്മ പതാക എന്താൻ കഴിഞ്ഞുവെങ്കിൽ സുന്നത്തിന്റെ ബറക്കത്താ. ഇജഅലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികോ, ഓ ഉമ്മമാരെ, വീട്ടിൽ ഖുർആൻ ഓതുന്ന ഒരു സംവിധാനം ഉണ്ടാവുക. കന്നിമൂലയിലൂടെ പോകുന്ന പൈപ്പ് കളച്ച് മാന്തിയാല് ബറക്കത്തുണ്ടാകും എന്ന അന്ധവിശ്വാസങ്ങളുണ്ട്. ചില ആളുകൾ ചുമരിൽ ഒരു ദ്വാരം തുളച്ച് സൂത്രമിട്ടാല് ഈ വീട്ടിൽ വലിയ ബറക്കത്ത് കയറുമെന്ന അന്ധവിശ്വാസികളുണ്ട്. ഓ മുഅ്മിനേ, വീട്ടിൽ ബറക്കത്ത് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഇജ്അലൂ നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ ബറക്കത്തിന് വേണ്ടി ഖുർആൻ ഓതണം എന്നാണ്. ഇതാണ് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചത്, ഇതാണ് പൂർവികരായ ആളുകൾ പഠിപ്പിച്ചത്. അതുപോലെ അൽ ബറക്കത്ത് മഅ അകാബിരിക്കും, പ്രായമായ ഉമ്മമാരുണ്ടോ, പ്രായമായ പാപ്പമാരുണ്ടോ, അവരെ നോക്കാൻ വേണ്ടി സന്നദ്ധത പ്രകടിപ്പിച്ച മക്കളാണോ, ആ വീട്ടില് ബറക്കത്താ, ആ വീട്ടില് ഖൈറാ.
അതുകൊണ്ട് മുമ്മിനെ ഉമ്മമാരോടുള്ള ബാധ്യതകള്, പപ്പമാരോടുള്ള ബാധ്യതകള് അത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് ഇബാദത്തിന്റെ വിഷയത്തിൽ ക്ഷമ കൈവരിക്കണോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, സൂക്ഷ്മത കൈവരിക്കാൻ അതിനു വേണ്ടതാണ് ക്ഷമ മുഅ്മിനേ. പൂർവികരായ ആളുകളൊക്കെ ആ നിലക്ക. അതുപോലെ ദുനിയാവിൽ പരീക്ഷണങ്ങൾ വരൂ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാ. മിഅനുസ്സമാനി കസീറത്തുൻ ലാ തൻഖദീ വസുറൂറുഹു യഅതീക കൽ അഅയാദി. ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമാ, നിരീക്ഷണത്തിന്റെ ലോകമാ. പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരാം. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ടോ? നാളെ പാരത്രിക ലോകത്തവര് വരുമ്പോ ജനകോടികൾക്കിടയിൽ നിന്ന് അവരോട് പറയുന്നു, ഓ പരീക്ഷിക്കപ്പെട്ട ജനങ്ങളെ, ഉദ്ഖുൽ ജന്നാ. വിചാരണ കാത്തു നിൽക്കുന്ന ജനകോടികൾക്കിടയില് ദുനിയാവിൽ പരീക്ഷിക്കപ്പെട്ട ആളുകളോട് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി പറയുമ്പോൾ ചോദിക്കൂ, യാ മൗലാനാ യാ റബ്ബനാ അല്ലാ തറക്തനാ ലിൽ മുഹാസബ. ഞങ്ങൾക്ക് വിചാരണയില്ലേ? ഞങ്ങൾ ദുനിയാവിൽ നിന്ന് വെള്ളം കുടിച്ചവരാ, ഞങ്ങൾ ആഹാരം കഴിച്ചവരാ, ഞങ്ങൾ വായു ശ്വസിച്ചവരാ, ഞങ്ങൾ